ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഞങ്ങളുടെ മമ്മിയൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ ഫാമിലിയുടെ ബാക്ക് ബോണായിരുന്നു. മമ്മിയുടെ അത്ര കുറവ് ഞങ്ങൾക്ക് കാരണം ഫീൽ ചെയ്യും. പക്ഷെ വചനം പറയുന്നത് children will rise up to be blessed. We all are blessed. ഞങ്ങളുടെ മമ്മീനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീർന്നു. ഞങ്ങളുടെ ആത്മീയ വഴിയിൽ നടത്തിച്ചു. എന്നെ ചേച്ചിന് മാത്രമല്ല, അപ്പച്ചനും ഞങ്ങൾ 3 പേർക്ക് വേണ്ടി മമ്മി ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയുടെ ക്ലോസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. മമ്മിയുടെ പ്രാർത്ഥന മുഖാന്തരമാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച്. ഈ മമ്മി എനിക്ക് അത്രയധികം സ്നേഹവും കരുതലും കൊണ്ട് ഞങ്ങൾ ഒട്ടും വളർത്തിയില്ല. ചെറുപ്പത്തിൽ അപ്പച്ചൻ എപ്പോഴും ടൂറിൽ പോകുമ്പോൾ മമ്മി ഞങ്ങൾക്കൊരു അപ്പനായിട്ടും ഒരു അമ്മയായിട്ട് നിന്ന സ്ഥലങ്ങൾ ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. എനിക്കൊരു നല്ലൊരു അപ്പനും നല്ലൊരു അമ്മയും മമ്മി അപ്പച്ചൻ്റെ സ്നേഹം അവരുടെ കൂട്ടായ്മ എല്ലാം ഞാൻ ദൈവത്തോട് നന്ദി പറയും. അവർ 2 പേരും മമ്മി അപ്പച്ചനെ ജയിച്ചത് ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ട്. എല്ലാ ഇല്ലായ്മയിലും ഉള്ളതിലും എല്ലാത്തിലും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് കുടുംബമായിട്ട് നിങ്ങളുടെ നൃത്യ സ്ഥാനത്ത് ദൈവനാമം മാത്രം ഉൾപ്പെടാൻ നിങ്ങൾ ചെയ്യുന്നു. 2 കാര്യങ്ങളും ഒത്തിരി ഓർമ്മയിലായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ട് ദിവസസന്നിധിയിൽ കുടുംബമായിട്ട് പ്രാർത്ഥിക്കും കാര്യങ്ങൾ ചെയ്താലും ഞാൻ അപ്പച്ചൻ ചേച്ചി വേറെ എന്തെങ്കിലും ബിസി ആയിരുന്നാലും മമ്മിക്കൊരു സമയമുണ്ട്, മമ്മിക്കൊരു ടൈമുണ്ട്. അത് ദിവസത്തിൽ 3 പ്രാവശ്യമായാലും 2 പ്രാവശ്യമായാലും ഞങ്ങൾ വർത്തമാനമായി ഇടയിൽ നിന്ന് മമ്മീനെ കാണാണ്ടാവില്ല. അപ്പം ഞങ്ങൾ നോക്കും മമ്മി തന്നെ ഒരു കോർണറിൽ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് ഞങ്ങൾ ചെറുപ്പത്തിലോട്ട് കണ്ട് വളർന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട്. മമ്മിയുടെ അമ്മ വെച്ചപ്പോൾ മമ്മിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടാകും. മമ്മിക്ക് ഒന്ന് മമ്മി അമ്മേനെ കാണണം. പക്ഷെ ഞാൻ വളരെ ചെറിയ കുട്ടി. എനിക്ക് ഓർമ്മയില്ല എന്താ റീസൺസ് എന്താ വരാൻ പറ്റാതെ 3 days ട്രാവൽ കാലിക്കറ്റിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ട്, അപ്പച്ചനും വീട്ടിലില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അപ്പം ഈ കാര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വരാൻ ഞങ്ങളെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവം ഈ 4 മാസം മമ്മിക്ക് കഷ്ടപ്പെട്ടു ശരിയല്ല. പക്ഷെ ഈ 4 മാസം ഞങ്ങളെ ഒത്തിരി പ്രിപ്പയർ ചെയ്തു വീട്ടിലേക്ക് എങ്ങനെ ജീവിക്കും, ഞങ്ങളുടെ മെന്റലി ഫിസിക്കലി മമ്മിയുടെ ആബ്സെൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരേ പ്രാവശ്യം മമ്മി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒത്തിരി പ്രത്യാശയോടെ ഞാൻ വരിക. ഒരേ പ്രാവശ്യം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ ഒരേ വചനം വെച്ച് ഞാൻ അത് മുദ്രച്ച് പ്രാർത്ഥിച്ചു. എന്നോടൊക്കെ പലരും നീ പ്രാർത്ഥിച്ച് പിടിച്ചു വെച്ചിട്ടു. എൻ്റെ മകനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതായിരിക്കാം എനിക്കറിയില്ല. എനിക്ക് നിങ്ങളുടെ മകൻ്റെ കൂടെ കുറേ സമയം ചെലവഴിക്കാൻ സഹായിച്ചു. ലാസ്റ്റ് ആയപ്പോൾ മമ്മിക്ക് മതിയായി. എനിക്കിപ്പോൾ ഞാൻ പോവാ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു. 5 വർഷം മുന്നേ മമ്മി മരിച്ച മമ്മിക്ക് എടുക്കാനുള്ള ഡ്രസ്സ് വരെ റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പൊക്കെ ഞങ്ങൾ പറയും എന്താ മമ്മിക്ക് ചെയ്തേ, മമ്മിക്ക് പോകാനുള്ള സമയമൊന്നും ആയിട്ടില്ല, ദൈവത്തിന്റെ സമയത്തിൽ മമ്മി പോകണം. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ഞാൻ വെച്ചു മമ്മി ഇത് വിജയിച്ചു ഒരു സങ്കടത്തിന് അവസാനില്ല. പക്ഷെ നിങ്ങളുടെ സങ്കടത്തിന് എല്ലാത്തിനും ദൈവ വഴിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ്. എനിക്ക് പ്രത്യാശയുണ്ട്. കർത്താവ് വരുമ്പോൾ ആദ്യം മമ്മി ഉയർത്തി പിന്നെയായിട്ട് നിങ്ങൾ വചനത്താൽ നിങ്ങൾ എന്നെയും ചേച്ചിനെയും വളർത്തിയിട്ട് നിങ്ങൾ നല്ല വിത്ത് തന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. എത്രയും നന്ദി പറഞ്ഞാലും പോരാ. പ്രാർത്ഥനയുള്ള മാതാവ് ഞങ്ങൾക്ക് കിട്ടിയത് കുറേ പ്രാവശ്യം എനിക്കായാലും ചേച്ചിക്കല്ല എനിക്ക് ഒത്തിരി പ്രാർത്ഥിച്ചത്, ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചത്. ഞങ്ങൾ ഫാമിലി ക്ലോസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. അത് കാരണം എൻ്റെ ജീവിതം തന്നെ മാറി. ഇവിടെ എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഈ സമയത്ത് നിങ്ങളെല്ലാവരോടും ഒരു യാചന ചോദിച്ചിട്ടിരിക്കാൻ പറയുന്നത് അപ്പച്ചന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പച്ചൻ
അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, പാർട്ട്ണറായിരുന്നു. She was suffering a lot for 4 or 5 months as a believer. ആരൊക്കെയാണ് ദൈവത്തെ ചിന്തിച്ച് വരുന്നത്? സാൽവേഷൻ സേഫ് പേഴ്സൺസ് ഹൂവർ ആർ ദേർ. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒരു സുവിശേഷം അറിയിക്കണം. ഒരാളെ ദൈവത്തിന് വേണ്ടി നേടണം. ലേഡീസിന് എപ്പോഴും ചെറിയ കിട്ടില്ല, പുറത്ത് പോയി സുവിശേഷം അറിയിക്കാൻ കുറിച്ച് പലരോടും പറയാൻ. പക്ഷെ എൻ്റെ മമ്മി പുറത്തിറങ്ങി പറയാനുള്ള മേബി ചാൻസ് കിട്ടിയില്ലായിരുന്നു. പക്ഷേ പ്രിപ്പയർസ് ഫോർ ദാറ്റ്. ഞങ്ങൾ വളർന്നത് കാലിക്കറ്റയിലാണ്. ദോസ് ഓൾ നോ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് പേഗനിസം. വേറെ റിലീജിയൻ, വേറെ ബിലീഫ്, വേറെ കൾച്ചർ, വേറെ ലാംഗ്വേജ്, അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ വളർന്നത്. പക്ഷെ ആ സ്ഥലത്ത് മമ്മി ഞങ്ങൾ സ്ട്രോങ് ആയിട്ട്, സ്പിരിച്വലി സ്ട്രോങ് ആയിട്ട് വളർത്താൻ മാക്സിമം എഫേർട്സ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ സഭകളിൽ, ഞങ്ങളുടെ കരിയറിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈവൻ 0.1% ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ that is from God's grace and Mommy's prayers. ഞങ്ങൾക്ക് വലിയ കപ്പാസിറ്റീസോ ഒന്നും ആൾക്കാരുണ്ട്. But still, wherever we are standing, whatever we are doing, it's the basics are from her lessons. She taught us these basic lessons of God. She taught us to love God. And that is the strength that we have even now. ഇന്നും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും വലിയ പ്രാർത്ഥിച്ചാണ്. God loves us and He has been loving even now. സിസ്റ്റർ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാനലിൽ മീറ്റ് ചെയ്യാനും ഒരുമിച്ച് ദൈവത്തോട് സ്തുതിക്കാനും ഒരു ചാൻസ് ദൈവം തന്നതിന് ദൈവത്തോട് സ്തോത്രം നൽകാനും കുറവുണ്ട്. ഇന്ന് ഈ സമയത്ത് ഒരേ ഒരു വിഷമം മാത്രമുള്ളൂ ഞങ്ങൾക്ക്. എൻ്റെ ഫാദർ ഇവിടെ ഒറ്റയ്ക്കാണ്. കാര്യം ഞങ്ങളുടെ അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാം ചേർച്ച് എല്ലാം ഉണ്ട് സപ്പോർട്ട്. ബട്ട് സ്റ്റിൽ ഹി നീഡ്സ് എ ലോങ് and a slow process to get his wounds healed, and that is through the oil, anointing oil of God's grace and love. So we humbly request all the brothers and sisters, all our relations and friends to take care of our father, especially who are in Thrissur. Because I am Ernakulam, my sister is in Sharjah, so we could hardly be there when he might need. But I am sure that God is graceful, most caring than anybody else. So we uphold, especially uphold our father at this moment, so that he takes care, you all take care and pay visits to him when we are not there. May God's name be glorified.